ജയിച്ചതാണ് എ വിജയരാഘവൻ മാത്രം. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിനേക്കാളും മികച്ചൊരു ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ സഖാവ് സ്വരാജിനെ വിജയിപ്പിക്കാനുള്ള നല്ല നിലയിലുള്ള പ്രവർത്തനത്തിന്റെ തുറക്കാണ്. ഈ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വന്നതോടുകൂടി ഇടത് ക്യാമ്പ് കൂടുതൽ ആവേശഭരിതമായിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ? എങ്ങനെയാണ്? അല്ല, പൊതുവേ നിലമ്പൂരിലെ ജനങ്ങളാകെ ആവേശഭരിതരാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ. അപ്പോൾ നമ്മുടെ പൊതുജീവിതത്തിലെ പുതുതലമുറയുടെ ഏറ്റവും മികച്ച പ്രതിനിധിയാണ് ഇപ്പോൾ ഇവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അത് നൽകുന്ന ആത്മവിശ്വാസവും ആവേശവും ഇടതുപക്ഷ വിജയത്തിന് സഹായകരമാണ്. ഈ അൻവർ ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഒരു പകൽ കൂടി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്നും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ബാധിക്കുക? എങ്ങനെയാണ്? അല്ല, അതിപ്പോൾ അത് അൻവർ എടുക്കേണ്ട തീരുമാനമല്ലേ. അതിപ്പോൾ അൻവർ ഇടയ്ക്കിടയ്ക്ക് പത്രക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ കുറച്ച് വിഷമിപ്പിക്കുന്നതിൽ നിങ്ങൾ വെച്ച വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മാധ്യമങ്ങൾ കൊണ്ടുപോയിട്ട് അൻവറിനെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇപ്പോൾ നമ്മൾ അറിയാൻ പോണ കാര്യമില്ലേ. പല സ്ഥാനാർത്ഥികളുടെ പേരും ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ സ്വരാജ് എന്ന നിലയ്ക്ക് എത്തുന്നു. പണ്ട് നിയമസഭയിലെ മെസ്സി എന്നൊക്കെയാണ് ഇടതുപക്ഷം വിശേഷിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമാണല്ലോ. തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്, രാഷ്ട്രീയ സമരമാണ്. രാഷ്ട്രീയ സമരത്തിൽ എപ്പോഴും പാർട്ടി ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ പൊളിറ്റിക്കൽ വക്താവിനെ തെരഞ്ഞെടുപ്പ് നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പിൽ വിവിധ വശങ്ങൾ ചർച്ച ചെയ്ത് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. സെക്രട്ടേറിയറ്റ് നില യോഗം ചേർന്നു. സ്വാഭാവികമായിട്ടും നമുക്കൊരു രാഷ്ട്രീയ സമരത്തിൽ നിലമ്പൂരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള നമ്മളെ പാർട്ടി നേതാവ് കൂടിയാണ് സുരാജ് എന്നുള്ളതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. മികച്ച മാർജിനിൽ വിജയിച്ചു കയറാൻ കഴിയുന്ന പ്രതീക്ഷയാണ്. ഇതുവരെ ഇടതുപക്ഷം ജയിച്ചതിനേക്കാളും മികച്ച മാർജിനിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കും. എ വിജയരാഘവനാണ് നമുക്കിപ്പം ചേർന്നത്. എന്തായാലും എം സ്വരാജിനെ സ്വീകരിക്കാൻ ഇടത് നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അക്ഷരാർത്ഥത്തിൽ വലിയ ജനത്തിരക്കായി ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ആവേശകരമായ നിലയിൽ പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വം പറയുന്നത് കെട്ടുപോയ ചൂട്ടാണ് PV അൻവർ, കമ്പുകൊണ്ട് പോലും തുടരുത് അൻവറെ എന്ന് നേരത്തെ നേതാക്കൾ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ കാലം മാറി കളം മാറിയപ്പോൾ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.